everyone, welcome to Mehar'skitchen. ഇന്ന് നമുക്ക് ഒരു ഇന്ത്യൻ സ്റ്റൈൽ മാക്കറോണി റെസിപ്പി നോക്കാം. നല്ല ടേസ്റ്റിയാണ്, വളരെ സിമ്പിളാണ്, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. അപ്പോൾ മമ്മേനോട് ഇതിൻ്റെ റെസിപ്പി ചോദിക്കാം. അപ്പോൾ മാക്രോണി ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തായാലും നോക്കാം. 200 ഗ്രാം മാക്രോണിയാണിത്. ഏത് മാക്രോണി വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞങ്ങളുടെ അടുത്തുള്ളത് ഇതാണ്, അപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്, ചെറിയ മാക്രോണി. ഇതൊരു 200 ഗ്രാമാണ്, 1.5 കപ്പോളം ഉണ്ടാവും. അപ്പോൾ മാക്രോണി വേവിച്ചെടുക്കാനായിട്ട് 1.5 ലിറ്റർ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് മാക്രോണി ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 8 മിനിറ്റോളം ഇത് വേവിച്ചെടുക്കാം. എന്നിട്ട് ഇത് സ്ട്രെയിൻ ചെയ്തെടുക്കണം. അങ്ങനെ ഇതാ 8 മിനിറ്റോളം വേവിച്ചെടുത്തിട്ടുണ്ട് മാക്രോണി റെഡിയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. 2 സവാള ചെറുതായി അരിഞ്ഞെടുക്കണം. 3-4 പച്ചമുളക് നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് യൂസ് ചെയ്യാം. പിന്നെ 1/4 കപ്പ് Cabbage, 1/4 കപ്പ് Capsicum, 1/4 കപ്പ് ക്യാരറ്റ്, പിന്നെ 1/4 കപ്പ് ഗ്രീൻ പീസ് വേവിച്ചെടുത്തതാണ്. വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. പിന്നെ ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. പിന്നെ 4 മുട്ട ബോയിൽ ചെയ്തിട്ട് വേവിച്ച് വെച്ചതാണ്. പിന്നെ 1/4 കപ്പിനേക്കാളും കുറച്ച് കൂടുതൽ മല്ലിയില എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ 3 വലിയ തക്കാളി എടുത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് 1 കപ്പോളം ഉണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 1 ടീസ്പൂൺ കശ്മീരി ചില്ലിപ്പൊടി, 1 ടീസ്പൂൺ സാദാ ചില്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണിനേക്കാളും കുറച്ച് കൂടുതലാണ് ഗരം മസാലപ്പൊടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ മാക്രോണി ഉണ്ടാക്കാൻ ആവശ്യമുള്ള പാത്രം എടുത്തിട്ട് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായാൽ ഇതിലേക്ക് എല്ലാ വെജിറ്റബിൾസും ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ്, പിന്നെ ഉള്ളി, പച്ചമുളക്, ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ട് വേവിക്കണം ആവശ്യമില്ല, ഒന്ന് ക്രഞ്ചി ആയിരിക്കണം. ഒരു 3-4 മിനിറ്റ് ഇത് വേവിച്ചെടുത്താൽ മതി. പിന്നെ ഇത് മൂടി വെച്ചിട്ട് വേവിക്കണം ആവശ്യമില്ല. മൂടി വെച്ചാൽ ഇതിൻ്റെ കളറൊക്കെ മാറിപ്പോവും. ക്യാരറ്റൊക്കെ ഒന്ന് സോഫ്റ്റ് ആവണ വരെ ഇത് വേവിച്ചെടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് സോത്തേ ചെയ്തെടുക്കാൻ. അപ്പോൾ അതായത് സോത്തേ ആയി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് ക്രഞ്ചിയാണ്, എന്നാൽ വെന്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി മസാല ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിലായിരിക്കണം. എണ്ണ ചൂടായ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി വെളുത്തുള്ളി ഇഞ്ചി 1 മിനിറ്റോളം വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഇത് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതാ വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി അരച്ചത് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതോടൊപ്പം തന്നെ ടൊമാറ്റോ കെച്ചപ്പും ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് പൊടി മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. എണ്ണയൊക്കെ പുറത്ത് തെളിയണ വരെ ഇത് വഴറ്റിയെടുക്കണം. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് പുറത്ത് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഗ്യാസിൻ്റെ തീ നന്നായിട്ട് ലോ ആക്കിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. മസാല എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നേരത്തെ ഒരു ഇൻഗ്രീഡിയൻറ്റ് പറയാൻ വിട്ടുപോയതാണ്.
ഇതിലേക്ക് നമുക്കൊരു 1/2 ക്യൂബ് മാഗിയുടെ ഇട്ട് കൊടുക്കണം. മാഗി ക്യൂബാണിത്, ചിക്കൻ സ്റ്റോക്ക്. ഇത് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ചിക്കൻ സ്റ്റോക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് മാക്കറോണി ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നന്നായിട്ട് ചെക്ക് ചെയ്യണം. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കണം. മാക്കറോണി വേവിച്ചപ്പോഴും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ വെജിറ്റബിൾസൊക്കെ വേവിച്ചപ്പോഴും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പ് പാകമാക്കി കൊടുക്കണം. മാക്കറോണി ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ തന്നെ മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ നേരത്തെ വേവിച്ച് വെച്ച വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം, നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. മാക്കറോണി മസാലയൊക്കെ നന്നായിട്ട്, മസാലയും വെജിറ്റബിൾസും എല്ലാം നന്നായിട്ട് കോട്ടായി വരുന്ന മസാലയിലൊക്കെ. അങ്ങനത്തെ മാക്കറോണിയും മസാലയും വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് വരെ ഇതിങ്ങനെ യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് മാക്കറോണിയൊക്കെ നന്നായിട്ട് ചൂടാവണ വരെ ഇത് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ 4 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു. അത് ബോയിൽ ചെയ്തിട്ട് ഹാർഡ് ബോയിൽ ചെയ്യണം. എന്നിട്ട് അതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതാ ഇങ്ങനെ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി ഇത് മാക്കറോണിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മുടെ മാക്കറോണി, ഇന്ത്യൻ സ്റ്റൈൽ മാക്കറോണി റെഡിയാണ്. ഇത് സെർവ് ചെയ്യാം, എന്നിട്ട് എൻജോയ് ചെയ്യാം. ഞങ്ങൾ നോർമലി ഇത് ബ്രേക്ക്ഫാസ്റ്റിനാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഉണ്ടാക്കി കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്, മസാല ഒക്കെ ഇട്ടിട്ട് നല്ലൊരു വെറൈറ്റിയാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് ഞങ്ങളെ അറിയിക്കണം എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്ത് കൊടുക്കണം പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. Thank you for watching.